അങ്ങനെ നമ്മുടെ പുതിയ മന്ത്രിസഭ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്വീകരിച്ചിരുന്ന എല്ലാ നിലപാടുകളിൽ നിന്നും മലക്കം പറഞ്ഞുകൊണ്ട് പുതിയ ഉടന്തൻ ന്യായീകരണങ്ങളുമായിട്ട് അവരുടെ പദ്ധതികളൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് PM ശ്രീ പദ്ധതിയിൽ ഈ ഗവൺമെൻറ് ഒപ്പുവെക്കാൻ തീരുമാനിച്ച കാര്യം. ഈ ഗവൺമെൻറ്റിന് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ വിഷയത്തിൽ എന്തായിരുന്നു നിലപാട് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ്റെ ഈ വിഷയത്തിൻ്റെ നിലപാട് എന്തായിരുന്നു എന്ന് നോക്കാം. അന്ന് LDF സർക്കാരിൻ്റെ ഈ വിഷയത്തിൽ നഖശിഖാന്തം എതിർത്ത നേതാവായിരുന്നു VD സതീശൻ. ഇത് RSSൻ്റെ പദ്ധതിയാണ്. PM ശ്രീ എന്ന് പറഞ്ഞാൽ NEP എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമാണ്. RSSൻ്റെ അജണ്ടയാണ് ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത്. അവരുടെ വിദ്യാഭ്യാസ പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത്. ഈ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നതിലൂടെ NEP അല്ലെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്ന പദ്ധതി പ്രകാരമുള്ള കറിക്കുലം ഇവിടെ നടപ്പിലാക്കിയേ തീരും. അതല്ലാതെ ഈ PM ശ്രീയിൽ സഹകരിക്കാൻ കഴിയില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിച്ച വ്യക്തിയാണ് VD സതീശൻ. അന്ന് LDF ഗവൺമെൻറ് ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവച്ചിരുന്നു. അത് വകുപ്പ് മന്ത്രി പോലും അറിയാതെയാണ് എന്നാണ് പറയപ്പെടുന്നത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായ നമ്മുടെ വാസുകിയാണ് അത് ഒപ്പുവെച്ചത്. പിന്നീടാണ് വിഷയം LDFിൽ വലിയ ചർച്ചയാകുന്നത്. ഏതായാലും അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഈ പദ്ധതി നടപ്പിലാക്കിയാലും കറിക്കുലം തീരുമാനിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ് ആയിരിക്കും എന്നുള്ളതാണ്. ഏതായാലും മുന്നണിയിലും സംസ്ഥാനത്തും ഇത് വലിയ വിവാദമായതിനെ തുടർന്നു ഈ പദ്ധതിയിൽ നിന്ന് ഞങ്ങൾ പിന്മാറുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് ഒരു കത്ത് സമർപ്പിച്ചിരുന്നു. അതുപ്രകാരം ഈ പദ്ധതി മരവിപ്പിക്കുകയും ചെയ്തു. ഈ പദ്ധതിയിൽ ഒരു ധാരണാപത്രം ഒപ്പുവെച്ചു എന്നുള്ളത് കൊണ്ട് ഒരു സംസ്ഥാനത്തും നിർബന്ധമായിട്ടും ഇത് നടപ്പിലാക്കണം എന്ന നിയമമൊന്നുമില്ല. ഏത് സംസ്ഥാനത്തിനും എപ്പോൾ വേണമെങ്കിലും ഈ പദ്ധതിയിൽ നിന്ന് പിന്നോക്കം പോകാവുന്നതാണ്. 2027 വരെ മാത്രമാണ് PM ശ്രീ എന്ന് പറയുന്ന പദ്ധതിയുടെ കാലാവധി. അത് കഴിഞ്ഞാൽ ഈ പദ്ധതി ക്യാൻസലാവുകയാണ്. ഇതിനിടയിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനങ്ങളിൽ RSSൻ്റെ വിദ്യാഭ്യാസ അജണ്ടകൾ അഥവാ കാവ്യവൽക്കരണ പദ്ധതികൾ വിദ്യാഭ്യാസ മേഖലയിലൂടെ കൊണ്ടുവരും എന്നായിരുന്നു ഇതിനെ വിമർശിച്ചവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇടതുപക്ഷ മുന്നണിയുടെ പൊതുവായ അഭിപ്രായവും ഇത് തന്നെയാണ്. ഇത് ഏറ്റെടുത്തുകൊണ്ടാണ് അന്നത്തെ UDFൻ്റെ നേതാക്കന്മാരൊക്കെ ഇത് RSSൻ്റെ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി CPIMഉം BJPയും തമ്മിലുള്ള ഒരു രഹസ്യ ധാരണയുടെ ഭാഗമാണ് ഇത്, CPM BJP ഡീലിൻ്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നഖശിഖാന്തം ഇതിനെ എതിർത്തിരുന്നത്. പക്ഷേ ഇവിടെ ഒരു സാമ്പത്തിക വശം കൂടിയുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന സർക്കാരിന് നൽകേണ്ട 1500 കോടി രൂപ അതിലപ്പുറം ഈ ഒരു പദ്ധതിയുടെ പേരിൽ തടഞ്ഞു വച്ചിരിക്കുകയായിരുന്നു. നമ്മുടെ വിവിധ വിദ്യാലയങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതായ പണം അത് കൊടുക്കാതെ തടഞ്ഞു വച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും നേടിയെടുക്കുക എന്നൊരു തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അന്ന് ഗവൺമെൻറ് ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെക്കാൻ വേണ്ടി തീരുമാനിച്ചത്. എന്നാൽ കറിക്കുലം സംസ്ഥാന ഗവൺമെൻറ് തന്നെ തീരുമാനിക്കും എന്നും പ്രഖ്യാപിച്ചിരുന്നു. ഇതിനെതിരെയാണ് UDF നേതാക്കന്മാരൊക്കെ വാളെടുത്തുകൊണ്ട് രംഗത്ത് വന്നത്. അതൊരിക്കലും സാധ്യമല്ല. കാരണം PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതോടുകൂടി കറിക്കുലം തീരുമാനിക്കാനുള്ള സംസ്ഥാനത്തിൻ്റെ അവകാശവും ഇല്ലാതാകും. അതുകൊണ്ട് ഇതൊരു തട്ടിപ്പാണ്, ഈ പദ്ധതി നടപ്പിലാക്കാൻ പാടില്ല എന്നാണ് അന്ന് പ്രതിപക്ഷ നേതാക്കന്മാരെല്ലാം നടന്നും പറഞ്ഞത്. VD സതീശന് പുറമെ അന്നൊക്കെ നമ്മൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരും എന്ന് പ്രതീക്ഷിച്ച KC വേണുഗോപാലും
തത്തുല്യമായ അഭിപ്രായമാണ് പാസാക്കിയത്. ഇവിടെ കാവ്യവൽക്കരണമാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഇതിലൂടെ നടപ്പിലാക്കാൻ പോകുന്നത്. അങ്ങനെ നഖശികാന്തം ഇതിനെ KC വേണുഗോപാൽ എതിർത്തു. ഇതിലപ്പുറം ദയനീയമാണ് ലീഗ് നേതാക്കന്മാരുടെ അഭിപ്രായ പ്രകടനം. PK കുഞ്ഞാലിക്കുട്ടിയും ഇതേ കാര്യം തന്നെ പറഞ്ഞു. പണത്തിനു വേണ്ടി സംസ്ഥാന സർക്കാർ തങ്ങളുടെ അധികാരം കേന്ദ്ര സർക്കാരിന് മുമ്പിൽ അടിയറ വെക്കുകയാണ്, അഥവാ BJPക്ക് മുമ്പിൽ അടിയറ വെക്കുകയാണ്. അതുകൊണ്ട് ഈ പദ്ധതി നടപ്പിലായാൽ ഇവിടെ RSSൻ്റെ കാവ്യവൽക്കരണ വിദ്യാഭ്യാസ പരിപാടികൾ നടപ്പിലാക്കപ്പെടും. അത് മലയാളികൾ പഠിക്കേണ്ടി വരും എന്നൊക്കെയാണ് അദ്ദേഹം തട്ടിവിട്ടത്. ഒപ്പം ലീഗിൻ്റെ പല നേതാക്കന്മാരും ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശംസുദ്ദീൻ അടക്കമുള്ളവരും ഈ പദ്ധതിയെ എതിർത്ത് രംഗത്ത് വന്നു. അതിലേറ്റവും ശ്രദ്ധേയം ഇന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ KM ഷാജിയുടെ പ്രതികരണങ്ങളായിരുന്നു. തെരഞ്ഞെടുപ്പ് വേളകളിൽ അദ്ദേഹം പങ്കെടുത്ത എല്ലാ യോഗങ്ങളിലും അദ്ദേഹം പറഞ്ഞത് ഒരു കാര്യമുണ്ട്. അതായത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ, അതായത് UDF അധികാരത്തിൽ വന്നാൽ ഈ PM ശ്രീ എന്ന പദ്ധതി അതിൻ്റെ ധാരണാപത്രം ചൂണ്ടിക്കുട്ടിച്ചവറ്റുകയിൽ എറിയും എന്നാണ്. ലീഗിൻ്റെ പൊതുവായ നിലപാടും ഇതായിരുന്നു. PM ശ്രീ പദ്ധതിയെ അറബിക്കടലിൽ എറിയും എന്നാണ് ലീഗ് കേരളത്തിലുടനീളം പ്രസംഗിച്ച് നടന്നത്. എന്നാൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എങ്കിലും UDF ഇതിൻ്റെ പേരിൽ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിയാണ് ഇവിടെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് എങ്കിലും ഇപ്പോൾ കാര്യങ്ങൾ മാറിമറിഞ്ഞു എന്നതാണ് വസ്തുത. നിലവിൽ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് UDF ഗവൺമെൻറ് ആലോചിക്കുന്നത് എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ മറന്നു കളഞ്ഞു. ഇപ്പോൾ അവർ പറയുന്നത് മുൻ ഗവൺമെൻറ് ഒപ്പുവെച്ചത് കൊണ്ട് ഇത് നടപ്പിലാക്കുകയല്ലാതെ ഞങ്ങൾക്ക് നിർവാഹം ഇല്ല എന്നുള്ളതാണ്. കേന്ദ്രത്തിൽ നിന്ന് ഇതിൻ്റെ പേരിൽ കേരളം ഫണ്ട് കൈപ്പറ്റിയിട്ടുണ്ട് എന്നും പറയുന്നു. എന്നാൽ ഇതിലൊന്നും യാതൊരുവിധ വസ്തുതയുമില്ല. കാരണം ഈ പദ്ധതി മരവിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിന് ഔദ്യോഗികമായിട്ട് തന്നെ കേരളം കത്തയച്ചിട്ടുണ്ട്. മാത്രവുമല്ല ഈ കത്ത് സുപ്രീം കോടതിയിൽ കേന്ദ്രം സമർപ്പിച്ചിട്ടുമുണ്ട്. അതിൽ കേരളം ഈ പദ്ധതി നടപ്പിലാക്കുവാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് ഔദ്യോഗികമായിട്ട് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അവരത് നടപ്പിലാക്കേണ്ടതാണ് എന്നൊരു നിർദ്ദേശം കൂടി കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഈ നിർദ്ദേശത്തിനപ്പുറം ഈ പദ്ധതി നടപ്പിലാക്കൽ നിർബന്ധമാണ് എന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല. അത് പറയാനും കഴിയില്ല. അത് നിയമപരമായിട്ട് നിലനിൽക്കാത്ത പ്രസ്താവനയും ആയി. മാത്രമല്ല ഇതിൻ്റെ പേരിൽ യാതൊരുവിധ ഫണ്ടും കേരളത്തിന് ലഭിച്ചിട്ടില്ല. കേരളത്തിന് വിവിധ വിദ്യാഭ്യാസ പദ്ധതികളുടെ ഭാഗമായിട്ട് തടഞ്ഞു വെച്ചിട്ടുള്ള ഫണ്ടുകളിൽ സർവശിക്ഷ അഭിയാൻ എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കുറച്ച് പണം കിട്ടിയിട്ടുള്ളത്. അല്ലാതെ PM ശ്രീയുടെ പേരിൽ 10 പൈസ പോലും കേരളത്തിന് ലഭിച്ചിട്ടില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഏതായാലും തിടുക്കപ്പെട്ട് PM ശ്രീ എന്ന പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി UDF ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ നിരവധി മുടന്തൻ ന്യായങ്ങൾ അവർ മുന്നോട്ട് വെക്കുകയും അവർക്ക് ധ്രുവീകരണത്തിലൂടെ വോട്ട് കൊടുത്ത മുസ്ലിം സമുദായത്തെ, ലോക സമുദായങ്ങളൊക്കെ വഞ്ചിക്കുന്ന ഒരു നിലപാട് ഇവിടെ UDF ഗവൺമെൻറ് കൈക്കൊള്ളുകയും ചെയ്യുന്നൊരവസ്ഥയാണ് കാണുന്നത്. അവർ ഈ പദ്ധതി നടപ്പിലാക്കും, എന്നാൽ അതിൻ്റെ കുറ്റം അവരുടെ പേരിൽ വരാനും പാടില്ല. അതുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും കുറ്റങ്ങളും കുറവുകളുമൊക്കെ മുൻ സർക്കാരിൻ്റെ തലയിൽ വെച്ച് ഈ പദ്ധതി വളരെ തന്ത്രപൂർവ്വം കേരളത്തിൽ നടപ്പിലാക്കി തടി ഉയരാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദിക്കാനുള്ള നിരവധി ചോദ്യങ്ങളുണ്ട്. ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കുമ്പോൾ RSSൻ്റെ അജണ്ട തന്നെയല്ലേ നടപ്പിലാക്കുന്നത്? ഇത് കോൺഗ്രസും BJPയും തമ്മിലുള്ള ഡീലാണ്. എന്തുകൊണ്ടാണ് തിടുക്കപ്പെട്ട് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി VD സതീശനും പാർട്ടിയും ഉദ്ദേശിക്കുന്നത്? ഇതിനെ എതിർത്ത് പ്രസ്താവനകൾ ഇറക്കിയ മുൻ ലീഗ് നേതാക്കന്മാരുടെ നിലപാടുകൾ എന്താണ്?
KM ഷാജിയുടെ ഇപ്പോഴത്തെ നിലപാട് എന്താണ്? വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് എന്താണ്? മറ്റു ലീഗ് നേതാക്കന്മാരുടെ നിലപാട് എന്താണ്? അതായത് LDF ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ച സമയത്ത് നിങ്ങൾ എതിർത്തു എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് എതിർക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ നിലപാട് ഇതിൽ എന്തുകൊണ്ട് യു-ടേൺ അടിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ ചില ധാരണകളുടെ കണക്കുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതായത് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി VD സതീശനും NDA നേതാക്കന്മാരും തമ്മിൽ ചില ഡീലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് ഒരു പ്രത്യേക ചാർട്ടേഡ് വിമാനത്തിൽ അദ്ദേഹം വളരെ രഹസ്യമായിട്ട് മംഗലാപുരത്ത് പോയി LDA നേതാക്കന്മാരെ കണ്ട് ചർച്ച ചെയ്ത് തിരിച്ചു പോകുന്നത്. ഇതിനകത്ത് എന്താണ് നടന്നിട്ടുള്ളതായ കള്ളക്കളി എന്നുള്ളത് കേരള സമൂഹത്തിന് ഇതുവരെ വ്യക്തമായിട്ടില്ല. എന്നാൽ ഇപ്പോൾ നമുക്ക് പതുക്കെ വ്യക്തമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ PM ശ്രീ പദ്ധതി ഈ ഗവൺമെൻറ് നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നടപ്പിലാക്കുമെന്ന് ഔദ്യോഗികമായിട്ട് തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്രകാരം BJP RSSൻ്റെ അജണ്ടകൾ പ്രകാരമുള്ള ഓരോ പദ്ധതികളും 1 by 1 ആയിട്ട് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് VD സതീശൻ NDA നേതാക്കന്മാരുമായിട്ട് ഉണ്ടാക്കിയതായ ഈ ഡീലിൻ്റെ കാര്യം തന്നെയാണ്. അപ്രകാരം ഒരു ഡീല് തന്നെയാണ് മംഗലാപുരത്ത് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലേക്കാണ് ഈ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇവിടെ നമുക്ക് വ്യക്തമാകുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് CPIM നേതാവ് സ്വരാജ് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ മറ്റു പലരും പറഞ്ഞതുപോലെയുള്ള ചില സംഗതികളാണ്. അതായത് കേരളത്തിൽ നിലവിൽ ഭരിക്കുന്നത് UDF ആണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. UDFൻ്റെ പ്രധാന ഘടകകക്ഷി അത് മുസ്ലിം ലീഗാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ UDF ഭരിക്കുന്നതിന് പകരം BJP ആണ് ഭരിക്കുന്നത്. ഭരിക്കുന്നത് UDF ആണെങ്കിലും ഇവിടെ നടപ്പാക്കപ്പെടുന്നത് BJPയുടെ RSSൻ്റെ അജണ്ടകളാണ്. അതായത് ആരോ പറഞ്ഞതുപോലെ സംസ്ഥാനം ഭരിക്കാതെ തന്നെ ഈ UDF സംവിധാനം ഉപയോഗിച്ച് തങ്ങളുടെ അജണ്ടകൾ കേരളത്തിൽ നടപ്പിലാക്കിയെടുക്കാൻ RSSനും BJPക്കും സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. യഥാർത്ഥത്തിൽ അതിനുവേണ്ടിയുള്ള ഒരു ഡീലാണ് VD സതീശനും NDA BJP നേതാക്കന്മാരും തമ്മിൽ മംഗലപുരത്ത് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ പല സ്ഥലത്തും വെച്ച് ഇവർ തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഡീല് പ്രകാരമുള്ള പദ്ധതികളാണ് ഇപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഈ PM ശ്രീ പദ്ധതിയാണ്. ഇനി നമ്മുടെ വിദ്യാശക്തി വകുപ്പ് നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദാനിക്ക് കൈമാറുകയും അങ്ങനെ ഇവിടെ കറണ്ട് വിതരണവും അതിൻ്റെ ചാർജ് പിരിവുമൊക്കെ അദാനി നടപ്പിലാക്കുന്ന ഒരു സാഹചര്യം വരും. അങ്ങനെ നഷ്ടത്തിലാണ് എന്ന് നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല പൊതുമേഖലാ സ്ഥാപനങ്ങളും അദാനി അടക്കമുള്ള കുത്തക മുതലാളിമാർക്ക് തീരെഴുതി കൊടുക്കുന്ന പദ്ധതികൾ പിറകെ വരും. അങ്ങനെ RSSും BJPയും ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ എന്തൊക്കെയാണ്, കാവ്യവൽക്കരണം ഉൾപ്പെടെയുള്ള പദ്ധതികൾ എന്തൊക്കെയാണ്, അതൊക്കെയും സംസ്ഥാനം ഭരിക്കാതെ തന്നെ BJPക്കും RSSനും നടപ്പിലാക്കിയെടുക്കാൻ വേണ്ടി വരുന്ന ഒരു സാഹചര്യം കോൺഗ്രസ് ഭരണത്തിലൂടെ ഇവിടെ അവർക്ക് ലഭിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിലേക്കാണ് വരും നാളുകളിൽ ഈ സംസ്ഥാനം പോകാൻ വേണ്ടി പോകുന്നത്.